Welcome back to Investment Management class. നമ്മൾ ഇന്നൊരു പുതിയ യൂണിറ്റിലോട്ട് കടക്കുകയാണ് ആൻഡ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഫിനാൻഷ്യൽ മാർക്കറ്റിൽ പ്രധാനമായും രണ്ട് കാറ്റഗറിയിലുള്ള മാർക്കറ്റ് ഉണ്ട്. ഒന്ന് മണി മാർക്കറ്റ് ഉണ്ട്. സോ ഇത് നമ്മൾ പ്രീവിയസ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഷോർട്ട് ടൈം ഫണ്ട്സിന് വേണ്ടിയിട്ട് അഥവാ ഒരു വർഷത്തിൽ താഴെയുള്ള സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് അഥവാ നമ്മളിപ്പോൾ ഇനി പഠിക്കാൻ പോകുന്ന യൂണിറ്റ്. സോ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് 1 ഇയറിൽ കൂടുതൽ വരുന്ന ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് സെക്യൂരിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So capital markets are the financial markets in which the corporate equity and long-term debt are issued and traded. പ്രധാനമായിട്ടും കമ്പനീസ് അവരുടെ ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ സം സോർട്ട് ഓഫ് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ട് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴും ലോങ് ടേം ടൈം ഡ്യൂറേഷനിലുള്ളതായിരിക്കും അഥവാ ഒരു വർഷത്തിൽ കൂടുതലായിരിക്കും എപ്പോഴും ഈ പറയുന്ന സെക്യൂരിറ്റീസിന്റെ ഒരു ടൈം ഡ്യൂറേഷൻ അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. Capital market works as a conduct for demand and supply of long-term debt and equity capital. So പ്രധാനമായിട്ടും ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം സെക്യൂരിറ്റീസിന്റെ എക്സ്ചേഞ്ച് അഥവാ പർച്ചേസ് ആൻഡ് സെയിൽസ് അല്ലെങ്കിൽ ഇഷ്യൂയിങ് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാപിറ്റൽ മാർക്കറ്റ് പ്രധാനമായും യൂസ് ചെയ്യുന്നത്. So capital markets are the means through which small and scattered savings of investors are directed into productive activities of the corporate entities. അഥവാ ഈ ബിസിനസ് ഓർഗനൈസേഷന് നിർബന്ധമായിട്ടും ഒരു ബിസിനസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ആവശ്യമാണ്. ബട്ട് ഇത്രയും ഹ്യൂജ് എമൗണ്ട് പെട്ടെന്ന് ഒരു ഇൻഡിവിജ്വൽ ഓർഗനൈസേഷന് ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു കോൺഗ്ലോമറേറ്റ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിന് പെട്ടെന്ന് റൈസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ സാധാരണഗതിയിലുള്ള ചെറിയ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. ഈ ചെറിയ ഇൻവെസ്റ്റേഴ്സ് അഥവാ പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ ചെറിയ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും ചെറിയ എമൗണ്ട്സ് നമ്മൾ കളക്ട് ചെയ്തതിനു ശേഷം അതൊരു ഹ്യൂജ് എമൗണ്ട് ആയി അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ക്യാപിറ്റലായി നമുക്ക് നമ്മുടെ പല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കോർപ്പറേറ്റ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇതേപോലെ പലയിടത്ത് സ്പ്രെഡ് ആയി കിടക്കുന്ന ഈ പറയുന്ന സ്കാറ്റേർഡ് എമൗണ്ട്സ് അല്ലെങ്കിൽ സ്പ്രെഡ് ആയി കിടക്കുന്ന സ്മോൾ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലുള്ള സ്മോൾ എമൗണ്ട്സ്. സോ ഈ എമൗണ്ട്സ് എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് സ്കാറ്റേർഡ് ആയി കിടക്കുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തിട്ട് അതൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ടുള്ള ക്യാപിറ്റൽ ആയിട്ട് കോർപ്പറേറ്റിന് എക്സ്ചേഞ്ച് ചെയ്യും. സോ ഈ കോർപ്പറേറ്റ്സിന് ഈ എമൗണ്ട് അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാനും സാധിക്കും. These markets channel the wealth of savers to those who can put it to long-term productive use, such as companies or governments making long-term investments. അഥവാ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ട് ഈ പല ആളുകളുടെ കയ്യിലുള്ള സ്കാറ്റേർഡ് ആയിട്ടുള്ള എമൗണ്ട്സ് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ആരാണോ അവരിലേക്ക് ഈ എമൗണ്ട് ഏറ്റവും പ്രോപ്പർ ആയിട്ട് ചാനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് സിസ്റ്റമാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. കാരണം ലോങ് ടേം ആയതുകൊണ്ട് തന്നെ കമ്പനീസിന് ഈ കിട്ടുന്ന എമൗണ്ട് മുഴുവൻ ഏറ്റവും പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു ബെറ്റർ പ്രപ്പോസലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കാറ്റേർഡ് എമൗണ്ട്സ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ നമുക്ക് സാധിക്കും. So capital market have numerous participants including individual investors, institutional investors such as pension funds and mutual funds, municipalities and governments, companies and organizations, and banks and financial institutions. So പ്രധാനമായിട്ടും ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റിൽ ഫംഗ്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ കീ പ്ലേയേഴ്സ് ആണ് നമ്മൾ ഈ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രധാനമായിട്ടും വരുന്നത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. ഒരു ഇൻഡിവിജ്വൽ പേഴ്സണ് കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ നമ്മളെ പോലുള്ള ഓരോരുത്തർക്കും. അതല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നിർബന്ധമായിട്ട് ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാം. ദെൻ പെൻഷൻ ഫണ്ട്സ് ഉണ്ട്, അഥവാ എംപ്ലോയീസിന്റെ കയ്യിൽ നിന്നും പെൻഷനായിട്ട് വേണ്ടിയിട്ട് ഈ ഫണ്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ ആ ഒരു പെൻഷൻ ഫണ്ട് നമുക്ക് ഇതിലോട്ട് നോക്കാം. ദെൻ PF ഫണ്ട് ഉണ്ട്, PF ഫണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാം. സോ ഇതേപോലെ പല ഫണ്ട്സ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇതിലോട്ട് ചാനലൈസ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ദെൻ മുനിസിപ്പാലിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെന്റ്സിന്റെ ഫണ്ട്സ് ഉണ്ട്, ദെൻ പ്രൈവറ്റ് കമ്പനീസിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിന്റെ വരുന്ന ഫണ്ട്സ് ഉണ്ട്, അതല്ലെങ്കിൽ ബാങ്ക്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ പറയുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും പ്രോപ്പർ ഫണ്ട്സ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇതിലോട്ട് ചാനലൈസ് ചെയ്യാൻ സാധിക്കും ത്രൂ ക്യാപിറ്റൽ മാർക്കറ്റ്. സോ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളത്. Functions of capital market in India or the major functions of Indian capital market. സോ പ്രധാനമായിട്ടും ഇവർ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ മേജർ ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആൻഡ് ആക്സലറേഷൻ ഓഫ് ദ ക്യാപിറ്റൽ ഫോർമേഷൻ. സോ നമ്മളത് ഇനീഷ്യലി പറഞ്ഞതുപോലെ തന്നെ സെയിം കോണ്ടെക്സ്റ്റ് തന്നെയാണ്. അഥവാ സ്പ്രെഡ് ആയി കിടക്കുന്ന സ്കാറ്റേർഡ് ആയി കിടക്കുന്ന ചെറിയ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലുള്ള എമൗണ്ട് മുഴുവൻ കണക്ട് ചെയ്തിട്ട് ഇത് മുഴുവൻ പ്രോപ്പർ ആയിട്ട് ചാനലൈസ് ചെയ്തൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് നമുക്ക് ഈ പറയുന്ന കമ്പനിയിലോട്ട് ഇത് മുഴുവൻ സോഴ്സ് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് ആക്ച്വലി ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്.
various types of securities helps to mobilize savings from various sectors of population. ഇന്ത്യയിൽ മുഴുവനായിട്ട് സ്പ്രെഡ് ആയി കിടക്കുന്ന പല ആളുകളുടെ കയ്യിലുള്ള പണം മുഴുവൻ ചാനലൈസ് ചെയ്തിട്ട് ഒരു ബൾക്ക് എമൗണ്ട് ആയിട്ട് നമുക്ക് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിലോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് ആക്ച്വലി ഇത് ഈ ക്യാപിറ്റൽ മാർക്കറ്റിലൂടെയാണ് നമ്മൾ ഇത് മുഴുവൻ ചാനലൈസ് ചെയ്യുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻ, റൈസിങ് ലോങ് ടേം ക്യാപിറ്റൽ. നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ കയ്യിൽ ഒരു അഷ്വേർഡ് എമൗണ്ട് ഉണ്ടായിരിക്കണം ക്യാപിറ്റലായിട്ട്. അഥവാ നമ്മുടെ കയ്യിലുള്ള പണം പ്രോപ്പറായിട്ട് ഇത്ര നാളത്തേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്. സോ പ്രധാനമായിട്ടും ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ അതിലൂടെ റൈസ് ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. സോ ഓഫ് കോഴ്സ് നമുക്ക് കൂടുതൽ നാൾ നമുക്ക് ഈ പണം നമ്മുടെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് തന്നെ കമ്പനീസിന് ഏറ്റവും പ്രോപ്പറായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. The existence of stock exchange enables companies to raise permanent capital. Permanent capital in the sense long-term capital. The investors cannot commit their funds for a permanent period, but companies requires funds permanently. Of course, ഈ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ കോണ്ടാക്റ്റിൽ നമുക്കറിയാം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ പണവും പ്ലസ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ അടക്കം തിരിച്ചുമായിട്ട് കിട്ടണം. സോ ഈ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് എപ്പോഴും എത്രയും പെട്ടെന്ന് പണം ഇറക്കി എത്രയും പെട്ടെന്ന് റിട്ടേൺ കൊയ്യുക എന്നുള്ളതാണ് എപ്പോഴും ഒരു ഇൻവെസ്റ്ററിന്റെ, നമ്മളെപ്പോലുള്ള ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പണം കമ്പനിയിലോട്ട് വരുന്നതിന് ശേഷം പെട്ടെന്ന് ആ കമ്പനിയിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ടും സ്മൂത്ത് ആയിട്ട് ആ ബിസിനസ് റൺ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ ഫണ്ട് സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ എത്ര നാൾ നമ്മുടെ കയ്യിൽ ഈ പണം ഉണ്ടാവും എന്നുള്ളതിന് നമുക്കൊരു ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് കമ്പനീസ് അതിനനുസരിച്ചുള്ള പ്ലാൻസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. The stock exchange resolves this dash of interest by offering an opportunity to investors to buy or sell their securities while permanent capital with the companies remain unaffected. അഥവാ ആക്ച്വലി ഈ കമ്പനീസിന്റെ കയ്യിലുള്ള ഷെയർസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇന്റർമീഡിയറീസ് അല്ലെങ്കിൽ ട്രേഡേഴ്സിന് വിൽക്കും. സോ ഈ ട്രേഡേഴ്സ് ആണ് ദെൻ ഇത് വരുന്ന മറ്റു ഇൻവെസ്റ്റേഴ്സിന് ഈ സംഭവം മറിച്ചു വിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഈ അസറ്റ്സ് മറിച്ചു വിൽക്കുന്നത്. സോ ഈ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ബോൺസ് മറിച്ചു വിൽക്കുമ്പോൾ കൃത്യമായിട്ട് ഈ ഇന്റർമീഡിയറീസ് ഈ എമൗണ്ട് നിർബന്ധമായും കമ്പനീസിന് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ സോ കമ്പനിയുടെ കയ്യിൽ ആവശ്യമായുള്ള ഫണ്ട് ഇവിടെ അവരുടെ കയ്യിലുണ്ടാവും. ദെൻ ലിക്വിഡിറ്റി ഉള്ള സെക്യൂരിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇഫ് ഇമീഡിയറ്റ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് ആർക്കെങ്കിലും ഈ ഷെയർസ് മറിച്ചു വിൽക്കണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഇത് മറിച്ചു വിൽക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഇൻവെസ്റ്റേഴ്സിന് ആക്ച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഹൈസ്റ്റ് ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് പ്രോപ്പറായിട്ട് അവരുടെ ഫണ്ട് ഈ സെക്കൻഡറി മാർക്കറ്റിൽ മറിച്ചു വിൽക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ലോങ് ടൈം കോൺട്രാക്റ്റിൽ കൃത്യമായിട്ട് അവർക്ക് ആവശ്യമായുള്ള ഫണ്ട് അവർക്ക് അതിൽ നിന്ന് സോഴ്സ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് വൺ, പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. ഓഫ് കോഴ്സ് നമുക്കറിയാം ലോങ് ടേം ഫണ്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് ഏതൊരു ഇൻഡസ്ട്രിയും ഏറ്റവും പ്രോപ്പറായിട്ടും സ്മൂത്ത് ആയിട്ടും ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. So it stimulates industrial growth and economic development of the country by mobilizing funds for investments in the corporate securities. Of course, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഇതിനു മുമ്പും പറഞ്ഞതുപോലെ തന്നെ സ്കാറ്റേഡ് ആയി അല്ലെങ്കിൽ സ്പ്രെഡ് ആയി കിടക്കുന്ന എമൗണ്ട് മുഴുവൻ അത് ചാനലൈസ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ആസ് എ റിസൾട്ട് ആ ഒരു കമ്പനിയും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻറ്റയർ ഇൻഡസ്ട്രിയും ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നെക്സ്റ്റ് വൺ, റെഡി ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റ്. റെഡി ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഈ സെക്യൂരിറ്റീസ് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ പെട്ടെന്ന് നമുക്ക് ഫണ്ടും റൈസ് ചെയ്യാം ആൻഡ് ഓൾസോ പെട്ടെന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ എന്ന് പറയുന്നത്. The stock exchange provides a central convenient place where buyers and sellers can easily purchase and sell securities. പെട്ടെന്ന് നമുക്ക് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാം ആൻഡ് ഓൾസോ ഈ സെക്യൂരിറ്റീസ് വിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് ആ സെക്യൂരിറ്റീസ് വിൽക്കാനും സാധിക്കും. So easy marketability makes investment in securities more liquid as compared to other assets. സോ ഈ ഈസി ആയിട്ട് ഈ നമുക്ക് നമ്മുടെ കമ്പനീസിന്റെ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ ഷെയർ മാർക്കറ്റിലൂടെ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ പെട്ടെന്ന് നമ്മുടെ ഷെയർസ് വിൽക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഓൾസോ ത്രൂ ദിസ് വി ക്യാൻ ഈസിലി കൺവേർട്ട് ദീസ് അവർ സെക്യൂരിറ്റീസ് ഇൻ ടു ലിക്വിഡ് ക്യാഷ്. സോ ഈ ക്യാഷ് ആയിട്ട് കമ്പനീസിന് ഈ പറയുന്ന ഫണ്ട് റൈസ് ചെയ്യാനും ഈസി ആയിട്ട് ഇതുവഴി നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് വൺ, ടെക്നിക്കൽ അസിസ്റ്റൻസ്. ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്ന ആളുകളെല്ലാം അത്രയും 100% എക്സ്പെർട്ടൈസ് നോളജ് ഉള്ള വ്യക്തികളല്ല. അതുകൊണ്ട് തന്നെ ഇതിനാവശ്യമായുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ടെക്നിക്കൽ അഷ്വറൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് കിട്ടും. സോ ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ തന്നെ ഇതിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് കൺസൾട്ടിങ് ഏജൻസീസ് അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റ് ടെക്നിക്കൽ ആയിട്ടുള്ള വ്യക്തികൾ ഇവർ മുഴുവൻ ഈ പറയുന്ന അസിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ ഈ പറയുന്ന ആവശ്യമുള്ള നീഡി പേഴ്സണ് പ്രൊവൈഡ് ചെയ്യും.
So the financial intermediaries in a capital market play an important role in the offering advisory services relating to preparation of feasibility reports, identifying growth potential, and training entrepreneurs in project management. Of course, ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു നമ്മുടെ കമ്പനിയിലോട്ട് ക്യാഷ് ഇറക്കാൻ തയ്യാറാവുന്ന ഒരു വ്യക്തി എപ്പോഴും നോക്കുന്നത് നമ്മുടെ കമ്പനി പ്രോഫിറ്റബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ഇഫ് നമ്മുടെ കമ്പനിക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആവും. സോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കമ്പനീനെയും കമ്പനിയുടെ പ്രൊജക്ട്സിനെയും പ്രസന്റ് ചെയ്യാന്നുള്ളത് ഒരു പ്രൈമറി ടാസ്ക് ആണ് ഒരു ഇൻവെസ്റ്ററിനെ നമ്മൾ കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ ഈ ഇൻവെസ്റ്ററിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോജക്ട് പ്ലാൻസ് പ്രിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ഫീസിബിലിറ്റി അനാലിസിസ് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട്, ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഏറ്റവും സ്മൂത്ത് ആയിട്ട് തന്നെ റൺ ചെയ്യുമെന്ന് നമുക്ക് ക്ലയൻസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റിപ്പോർട്ടാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് സ്മൂത്ത് ആയിട്ട് നമ്മുടെ ബിസിനസ് റൺ ചെയ്യും എന്നുള്ളതിന്റെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു എവിഡൻസ്. സോ ഈ പ്രോപ്പർ ആയിട്ടുള്ള ഫീസിബിലിറ്റി റിപ്പോർട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതലായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ നമ്മുടെ ഈ ഒരു കമ്പനിയിലോട്ട് അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനിലോ അട്രാക്ട് ചെയ്യാൻ സാധിക്കും. സോ ഇതിനാവശ്യമായുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസും സപ്പോർട്ട്സും ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ പ്രോപ്പർ ചാനലൈസേഷൻ ഓഫ് ഫണ്ട്സ്. അതിപ്പോ നമ്മൾ പറഞ്ഞതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഫണ്ട് ആവശ്യമാണ്. ഈ ഫണ്ട് നമുക്ക് എവിടെ നിന്ന് കളക്ട് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതേപോലെ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ വന്നിട്ട് നമുക്ക് അവിടുന്ന് ആവശ്യമായിട്ടുള്ള ഫണ്ട് പല ടെക്നിക്സ് അല്ലെങ്കിൽ പല സോഴ്സിൽ നിന്ന് നമുക്ക് റൈസ് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് ചാനൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള നമുക്ക് ഒരു ഓതറൈസ്ഡ് ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടും കളക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. So the prevailing market price of a security and relative yield are the guiding factors of the people to channelize their funds in a particular company. This ensures effective utilization of funds in the public interest. So ഈ പറയുന്ന ചാനൽ അഥവാ ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്ന കമ്പനീസ് എന്ന് പറയുന്നത്, അഥവാ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി വരുന്ന കമ്പനീസ്, അതല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി വരുന്ന ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്. സോ ഈ പറയുന്ന ആളുകളെല്ലാം കൃത്യമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഓർഗനൈസേഷൻസ് എല്ലാം പറയുന്ന ഒരു മിനിമം സ്റ്റാൻഡേർഡ് അഷ്വർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ ഇവരുടെ ട്രാൻസാക്ഷൻസ് നടക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഇവർ ലിസ്റ്റ് ചെയ്യുള്ളൂ. സോ അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് ഏറ്റവും അഷ്വർ ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ 100% വിശ്വസ്തയോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനികളാണ് ഒരു പരിധി വരെ ഈ ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ. നെക്സ്റ്റ് വൺ, പ്രൊവിഷൻ ഓഫ് വെറൈറ്റി ഓഫ് സർവീസസ്. ആക്ച്വലി ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് സർവീസസ് നമുക്ക് അവൈലബിൾ ആണ്. Capital market provides a variety of services such as a grant of long-term and medium-term loans to entrepreneurs, provision of underwriting facilities, assistance in promotion of companies, participation in equity capital, and giving expert advice. ഈ പറയുന്നതെല്ലാം ഈ ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ ഒരു ഇൻവെസ്റ്ററിന് അതല്ലെങ്കിൽ ഈ കൃത്യമായിട്ട് പറയുന്ന ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസിന് കിട്ടുന്ന അസിസ്റ്റൻസ് ആണ്. ആസ് ആൻ ഇൻവെസ്റ്റർ നമുക്ക് കൃത്യമായിട്ട് പലതരത്തിലുള്ള ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം ലോൺസ് നമുക്ക് നിർബന്ധമായിട്ടും അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഫണ്ട് ആയിട്ട് നമുക്ക് ഈ ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫണ്ട്സ് അവൈലബിൾ ആണ്. ദെൻ അണ്ടർറൈറ്റിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. അണ്ടർറൈറ്റിംഗ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിന്റെ ക്രെഡിറ്റ് ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്നതാണ്. അഥവാ നമ്മളൊരു ഒരാൾക്ക് പണം കൊടുക്കുന്നതിന് മുമ്പായിട്ട് അയാൾ പണം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്ന സ്വഭാവം ഉണ്ടോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത് ഇതേപോലെ പലതരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ് അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന അണ്ടർറൈറ്റിംഗ് ഫെസിലിറ്റീസ് നമുക്ക് ഇതിനകത്ത് കിട്ടും. ദെൻ പ്രോപ്പറായിട്ട് കമ്പനീസ് ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ കമ്പനിക്ക് ഒരു പ്രൊമോഷൻ ആവശ്യമാണ്. അഥവാ നമ്മൾ ഈ പറയുന്ന റിട്ടേൺ റേറ്റ് എത്രത്തോളം ആയിരിക്കും, അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള കമ്പനിയുടെ ഷെയർ വാല്യൂ എത്ര രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യണം, ഇത്തരത്തിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്. ദെൻ ഈ പറയുന്ന എക്സ്പെർട്ടൈസ്ഡ് നോളജുള്ള ആളുകളുടെ പല എക്സ്പെർട്ടൈസ്ഡ് സർവീസസും നമുക്ക് ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് റെൻഡർ ചെയ്യാൻ സാധിക്കും. ദെൻ ഡെവലപ്മെന്റ് ഓഫ് ബാക്ക്വേർഡ് ഏരിയാസ്. ഇത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. അഥവാ റിമോട്ട് ആയിട്ട് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് കിടക്കുന്ന ഏരിയാസ് ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. മെയിൻ ആയിട്ടുള്ള അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ അണ്ടർ ഡെവലപ്ഡ് ഏരിയാസിൽ പുതിയ കമ്പനീസിന് ഈ ഇമീഡിയറ്റ് ആയിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ ഫണ്ട് റൈസ് ചെയ്തിട്ട് ലൈക്ക് അവർക്ക് അവരുടെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. So capital market provide funds for projects in backward areas. This facilitates economic development of backward areas. Of course, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഫണ്ട് യൂസ് ചെയ്തിട്ട് അവർക്ക് ഇമീഡിയറ്റ് ആയിട്ട് പുതിയ ബിസിനസ് ആ ഒരു ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. So long-term funds are also provided for development of projects in backward and rural areas. Especially ഈ backward അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിന്റെ സപ്പോർട്ട്സ് അല്ലെങ്കിൽ എയ്ഡ്സ് നമുക്ക് ഒരുപാട് ഉണ്ടാവും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷന്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും ഈ പറയുന്ന അസിസ്റ്റൻസും ഫർദർ സപ്പോർട്ട്സും നമുക്ക് കിട്ടുന്നതാണ്. ദെൻ ഫോറിൻ ക്യാപിറ്റൽ. ഓഫ് കോഴ്സ് ഈ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റിന്റെ മറ്റൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഫോറിൻ ഫണ്ട്സ് നമുക്ക് ഇതിലോട്ട് അട്രാക്ട് ചെയ്യാൻ സാധിക്കും.
അഥവാ FDI എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അഥവാ ഒരു ഫോറിൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഹോൾസിന് കൃത്യമായിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഓരോ ഓരോ കോണ്ടക്സ്റ്റിലും അല്ലെങ്കിൽ ഓരോ ഇൻഡസ്ട്രിയിലും ഓരോ റേറ്റ് ആണ്. അത് എത്ര ശതമാനമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കൃത്യമായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ഈ പറയുന്ന ഫോറിൻ ക്യാപിറ്റൽ നമുക്ക് ഈസി ആയിട്ട് ഇന്ത്യയിലോട്ട് അട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസിലോട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലൂടെ സാധിക്കും. Capital market makes possible to generate foreign capital. Indian firms can generate capital funds from overseas markets by way of bonds and other securities. നമ്മൾ ഈ പറയുന്ന സെക്യൂരിറ്റീസും ബോൺസും അല്ലെങ്കിൽ ഈ പറയുന്ന ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്തതിന് ശേഷം, അഥവാ ഫോറിൻ കമ്പനീസിനോ അല്ലെങ്കിൽ ഫോറിൻ ഇൻഡിവിജ്വൽസിന് ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് ഈ ഫോറിൻ ഫണ്ട്സ് നമുക്ക് നമ്മുടെ ഇന്ത്യയിലോട്ട് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. സോ ഇത് ആക്ച്വലി നമ്മുടെ ഇന്ത്യക്ക് പലതരത്തിലുള്ള ഡെവലപ്മെന്റും കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് നമ്മൾ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമ്മൾ അൺസ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫോറിൻ ഫണ്ട്സ് അല്ലെങ്കിൽ ഫോറിൻ ഹാൻഡ്സ് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. Then government has liberalized foreign direct investment in this country. So ഇന്ത്യയിൽ ഇപ്പോഴുള്ള ഒരു FDI എന്ന് പറയുന്നത് ഒരുപാട് ലിബറലൈസ്ഡ് ആണ്. എസ്പെഷ്യലി ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു കോണ്ടാക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിനുശേഷം ഒരുപാട് ലിബറലൈസേഷൻ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിലൊക്കെ വന്നിരുന്നു. ദെൻ വളരെ റീസെന്റ് ആയിട്ട് അതിൽ കൂടുതൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഈ FDIയിലൂടെ നമുക്ക് ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യാനുള്ള റിസർച്ചുകൾ കണ്ടിട്ടുണ്ട്. അതിന്റെ പരിണിത ഫലമായിട്ട് FDIന്റെയും റെഗുലേഷൻസ് ഒരുപാട് അധികം കുറച്ചിട്ടുണ്ട്. So this will not only bring in foreign capital but also foreign technology, which is important for economic development of the country. That means important for India. സോ ഈ പറയുന്ന ഫണ്ട് അല്ലെങ്കിൽ ക്യാഷ് മാത്രം നമുക്ക് പോരാ, ഫോറിൻ ടെക്നോളജീസ് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ. സോ ഈ പറയുന്ന FDIയിലൂടെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ള ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള പ്രോപ്പർ ടെക്നോളജി നമുക്ക് ഈ തരത്തിലൂടെ നമുക്ക് സോഴ്സ് ചെയ്യാൻ സാധിക്കും. സോ ഫോറിൻ ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് മോണിറ്ററി ക്യാഷ് ലെവൽ മാത്രമല്ല, അസറ്റ്സ് കാറ്റഗറിയിലുള്ളത് നമുക്ക് നിർബന്ധമായിട്ട് ഇതിലൂടെ സോഴ്സ് ചെയ്യാൻ സാധിക്കും. ദെൻ ഈസി ലിക്വിഡിറ്റി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്, അഥവാ ഒരു വർഷമോ അതിൽ മുകളിലോട്ടുള്ളതിനെയാണ് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ പോലും ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് ഫണ്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഹയസ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് എൻഷുർ ചെയ്യാൻ സാധിക്കും. അതിനൊരു ആക്റ്റീവ് സെക്കൻഡറി മാർക്കറ്റ് ഉണ്ടാവും. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് നമുക്ക് മറിച്ച് വിൽക്കാൻ ഓപ്ഷൻ ഉള്ള ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അഥവാ പ്രൈമറി മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഫ്രഷ് ആയിട്ട് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യും, സെക്കൻഡറി മാർക്കറ്റിൽ നമ്മളത് മറിച്ച് വിൽക്കും. സോ ഇമീഡിയറ്റ് ആയിട്ട് എനിക്കിപ്പോൾ ഞാനൊരു 1 ലക്ഷം രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്തു, അത് ഒരു വർഷത്തേനാണ് ആക്ച്വലി അതിന്റെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നാണ്. സോ ഒരു വർഷമോ അതിൽ മുകളിലോ ആയിരിക്കും അതിന്റെ മെച്യൂരിറ്റി പീരീഡ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ എനിക്ക് ഇമീഡിയറ്റ് ആയിട്ട് ഫണ്ട് ആവശ്യമാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇമീഡിയറ്റ് ആയിട്ട് 1 ലക്ഷം രൂപ ആവശ്യം വരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് എനിക്ക് പ്രൈമറി മാർക്കറ്റിൽ പോയി ഞാൻ ഇത് വിൽക്കുന്നില്ല, ബിക്കോസ് അവിടെ ഫ്രഷ് ഷെയർസ് മാത്രമാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞാൻ സെക്കൻഡറി മാർക്കറ്റിൽ പോകും. സെക്കൻഡറി മാർക്കറ്റിൽ പോയിട്ട് ഈ ഷെയർസ് ഞാൻ മറ്റൊരാൾക്ക് മറിച്ച് വിട്ടിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഞാൻ ആ സമയത്ത് കളക്ട് ചെയ്തെടുക്കും. സോ അതാണ് ഈസി ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ പോലും നമുക്ക് ഇതിങ്ങനെ ഇമീഡിയറ്റ് ആയിട്ട് ഒരു അത്യാവശ്യം വന്നെങ്കിൽ മറിച്ച് വിൽക്കാൻ ഒരു ഓപ്ഷനും നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ അപ്കമിംഗ് സെഷൻസിൽ ഓഫ് കോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. So with the help of secondary market, investors can sell off their holdings and convert them into liquid cash. Commercial banks also allow investors to withdraw their deposits as and when they need funds. ഈ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ ബാങ്ക്സും പലതരത്തിലുള്ള ഫണ്ട്സ് മാർക്കറ്റിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക്സും ഈ ഇമീഡിയറ്റ് ആയിട്ട് ലിക്വിഡിറ്റി കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ഇമീഡിയറ്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്ററിന് ഫണ്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു ലൈക്ക് കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ദെൻ റിവൈവൽ ഓഫ് സിക്ക് യൂണിറ്റ്സ്. സോ റിവൈവൽ ഓഫ് സിക്ക് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് സിക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി ഇപ്പോൾ ലോസ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അഥവാ കമ്പനിയുടെ ആ ഒരു പെർഫോം ചെയ്യേണ്ട ഒരു സ്റ്റാൻഡേർഡിലും ബിലോ ആണ് അതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. സോ ഈ പെർഫോമൻസ് കുറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് കയ്യിൽ ആ ഒരു ഓർഗനൈസേഷന് പണമില്ല, അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോപ്പർ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഓൾസോ മെയിൻ ക്യാപിറ്റൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഈ പറയുന്ന ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവർഹെഡ്സ് ഈ ബേർഡൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് പണം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ ഈസി ആയിട്ട് റേസ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇഫ് കമ്പനിക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ഹോപ്പ് ജനറേറ്റ് ചെയ്തെങ്കിൽ ഓഫ് കോഴ്സ് ഈ പറയുന്ന കമ്പനിയിലോട്ട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. സോ ത്രൂ ദാറ്റ് ദീസ് കമ്പനി ക്യാൻ ഓഫ് കോഴ്സ് ജനറേറ്റ് ക്യാപിറ്റൽ ഫോർ ദിയർ ഡേ ടു ഡേ or the working capital requirements. So the commercial and financial institutions provide timely financial assistance to viable SIC units to overcome their industrial sickness. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പാടായിട്ട് പെർഫോം ചെയ്യുന്ന സെഗ്മെന്റ്സിന് നമുക്ക് ഈ പറയുന്ന ഫണ്ട് സോഴ്സ് ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലോട്ട് അതിന്റെ പെർഫോമൻസ് നമുക്ക് റിവൈവ് ചെയ്തെടുക്കാൻ സാധിക്കും.
So to help these weak units to overcome their financial industrial sickness, banks and financial institutions may write off a part of their loans. ഈ പറഞ്ഞ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിന്റെ സ്ട്രക്ചർ ആയിട്ട് തന്നെ ഫംഗ്ഷൻ ചെയ്യുന്ന ആളുകളാണ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇൻ കേസ് ഇക്ക് യൂണിറ്റ് ആണ്, പക്ഷേ അതിന്റെ കടബാധ്യത മൂലമാണ് അത് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കാത്തത്. ഇൻ കേസ് ഈ കടബാധ്യത ഒഴിവാവുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുമെന്ന് നമുക്ക് ഒരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ സംടൈംസ് ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെങ്കിൽ ബാങ്കും അവർ തരാനുള്ള പണം അല്ലെങ്കിൽ അവരെടുത്തിരിക്കുന്ന ലോൺ എഴുതി തള്ളിയതിനു ശേഷം ഫ്രീ ആയിട്ട് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ റൺ ചെയ്യാനുള്ള ഒരു ഫ്രീഡവും ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ പ്രധാനമായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇവയ്ക്കാണ്. ദെൻ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ സ്ട്രക്ചർ, ഏത് രീതിയിലാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഇന്ന് ഡിസ്കസ് ചെയ്ത പോർഷൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. സോ ഹാവ് എ നൈസ് ഡേ ഗൈസ്. ടേക്ക് കെയർ.